ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പേഷ്യൻസിനെ ഒരുപാട് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളാണ്. അതിലൊന്നാണ് ആളുകൾക്ക് നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ പറ്റുമോ, മാംസം കഴിക്കാൻ പറ്റുമോ, മത്സ്യം കഴിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ കഴിക്കാമെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ അധികം ആളുകൾ ഇതൊക്കെ കഴിക്കാതെ വെറും കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. ഈ മത്സ്യത്തിലായിക്കോട്ടെ മാംസത്തിലായിക്കോട്ടെ ഇതിലൊക്കെ പ്രോട്ടീനാണുള്ളത്. നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു നല്ലൊരു ശതമാനം, ഒരു 20 മുതൽ 35% വരെ പ്രോട്ടീൻ ആകുന്നതാണ് നല്ലത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. നേരെ മറിച്ച് നമ്മുടെ ഭക്ഷണ രീതിയിൽ പ്രോട്ടീൻ ലഭിക്കുന്നത് ഈ മാംസത്തിൽ നിന്നും മത്സ്യത്തിൽ നിന്നുമാണ്. അപ്പോൾ നമ്മൾ അതില്ലാതായി കഴിഞ്ഞാൽ പിന്നെ ആ പ്രോട്ടീൻ്റെ ഏരിയ കൂടി നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ ആവും. ആക്ച്വലി ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റാണ് ഈ മത്സ്യമാംസം കഴിക്കുന്ന ഡയറ്റിനേക്കാളും അൺഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്. അതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞാൽ പേഷ്യൻസിന് മത്സ്യവും മാംസവും മുട്ടയും എല്ലാം കഴിക്കാം എന്ന് ഞാൻ പറയൂ. പക്ഷേ അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ എപ്പോഴും ശരിയായിരിക്കണം എന്നുള്ളത് മാത്രമാണ്.